കുഞ്ഞുങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും അപസ്മാരം ഉണ്ടാകാം. തലച്ചോറിന്റെ അസ്വാഭാവിക പ്രവർത്തനങ്ങളാണ് അപസ്മാരത്തിന് കാരണമാകുന്നത്. കുഞ്ഞുങ്ങളിൽ ഏറ്റവും സാധാരണമായി ഉണ്ടാകുന്ന അപസ്മാരമാണ് ഫെബ്രൈൽ സിസർ. ജന്മനാ വളർച്ചക്കുറവുള്ള കുഞ്ഞുങ്ങളിലും നിയോനാറ്റൽ ഇൻസെന്റീവ് കെയറിൽ 28 ദിവസത്തിലധികം കിടന്ന ശിശുക്കളിലും ഫെബ്രൈൽ സിസർ വരാൻ സാധ്യതയുണ്ട്. നവജാത ശിശുക്കളിൽ അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ വലുതായി കാണില്ല. ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക, ശ്വാസമില്ലാതെ വരിക എന്നിവയാണ് ഇവരിലെ ലക്ഷണങ്ങൾ. കടുത്ത പനിയെ തുടർന്ന് അപസ്മാരം വരാം. പനി വരുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് അപസ്മാരമുണ്ടാകുന്നതെന്ന് ലളിതമായി പറയാം. പരമാവധി 510 മിനിറ്റ് നേരം ഇത് നീണ്ടുനിൽക്കും. അപസ്മാരമുള്ള അവസ്ഥയിൽ കുഞ്ഞിന് ഉമിനീരിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാലോ വെള്ളമോ കൊടുക്കാൻ ശ്രമിക്കരുത്. കുഞ്ഞിനെ വിലങ്ങനെ ചരിച്ച് സ്വസ്ഥമായി ചേർത്ത് കിടത്തുക. ആശങ്കപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴും കുഞ്ഞിനെ കുത്തനെ എടുക്കരുത്. വിലങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുക. വസ്ത്രം മാറ്റുകയോ അയച്ചിടുകയോ ചെയ്യുക. അപസ്മാരമുള്ള സമയത്ത് കുഞ്ഞിനെ കുലുക്കുകയോ കുടയുകയോ ചെയ്യരുത്. പെട്ടെന്ന് ഫലം കിട്ടാൻ കുഞ്ഞിന് മലദ്വാരത്തിലൂടെ ഇഞ്ചക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അപൂർവമായി ചിലതരം അപസ്മാരങ്ങൾ കൂടുതൽ സമയം നീണ്ടുപോകാറുണ്ട്. ഇതിൽ അപകടമുണ്ട്. ശ്വാസഗതി കുറയുന്നതിനാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയും. ഓക്സിജന്റെ അളവും കുറയുന്നു. തലച്ചോറിന്റെ ജന്മനാ ഉള്ള തകരാറുകൾ കൊണ്ടും അപസ്മാരം ഉണ്ടാവാം.